अस्सलाम वालेकुम। ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന റെസിപ്പി റോസ് മോമോസ് ആണ്. ഇത് എളുപ്പത്തിലാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മളെ കിച്ചണിൽ ദിവസവും കാണുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ. ഇതിന് ഫസ്റ്റ് എടുക്കേണ്ടതാണ് ഒരു ബീറ്റ്റൂട്ട്. വലിയൊരു ബീറ്റ്റൂട്ട് ആണെങ്കിൽ അര മതി, അല്ലെങ്കിൽ ഒരു ചെറിയ ബീറ്റ്റൂട്ട് ആണെങ്കിൽ അത് ഫുള്ളും എടുക്കുക. ഇത് ചെറുതായി മുറിച്ചിട്ട് ഒരു മിക്സിയിലിടുക. അര ഗ്ലാസ് വെള്ളത്തിൽ ഇത് ബ്ലെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ ജ്യൂസ് എടുക്കണം. കൂടുതൽ വെള്ളം ഇടാതെ നോക്കണം, കാരണം നമുക്ക് നല്ല ഡാർക്ക് ആയൊരു ലിക്വിഡാണ് നമുക്ക് വേണ്ടത്. ഈ ബ്ലെൻഡ് ചെയ്ത ബീറ്റ്റൂട്ട് ഒരു അരിപ്പയിൽ ഇനി ഇട്ടിട്ട് നമുക്ക് അരിച്ചെടുക്കാം. നമുക്കിനി റോസ് മോമോൻ്റെ മാവ് കുഴച്ചെടുക്കാം. ഇതിന് ആവശ്യമാണ് 150 ഗ്രാം മൈദപ്പൊടി. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസ് മിക്സ് ചെയ്യുക. അര ടീസ്പൂൺ ഉപ്പ്. ഇതിൽ ഇനി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല. മാവ് കുഴയ്ക്കുന്ന നേരം ഈ ബീറ്റ്റൂട്ട് ജ്യൂസ് തന്നെ മിക്സ് ചെയ്താൽ മതി. ഒരു ചപ്പാത്തി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. ഹാർഡ് ആവരുത്, നന്ന സോഫ്റ്റ് ആവരുത്. കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് അരമണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മൾ മാവ് റെഡിയാണ് പരത്തിയെടുക്കാൻ. നേർങ്ങനെ വേണം ഇത് പരത്തിയെടുക്കാൻ. നേർങ്ങനെ പരത്തിയതിന് ശേഷം ഒരു കട്ടർ എടുത്തിട്ട് ഇങ്ങനെ 3 സർക്കിൾസ് മുറിച്ചെടുക്കുക. ഈ 3 സർക്കിൾസ് ഈ ഒരു വിധത്തിൽ വേണം സെറ്റ് ചെയ്ത് വെക്കാൻ. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിങ്ങിന് വേണ്ടതാണ് മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ ബ്രസ്റ്റിൽ അര ടീസ്പൂൺ ഉപ്പിടാൻ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ സോയ സോസ്, 3 ടീസ്പൂൺ ചെറുങ്ങനെ മുറിച്ച് വെച്ച ഉള്ളി, എന്നിട്ട് 1 ടീസ്പൂൺ ചതുക്കി വെച്ച പച്ചമുളക്. ഇതൊക്കെ നല്ലോണം മിക്സ് ചെയ്യുക. ഈ മിക്സ് ചെയ്ത ഫില്ലിംഗ് നമുക്കിനി ഈ പരത്തി വെച്ച 3 സർക്കിൾസിൻ്റെ നടുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം. താഴെയുള്ള ആ സർക്കിളിൻ്റെ ഫോൾഡ് ഇനി നമുക്ക് എടുത്തിട്ട് മേലേക്ക് ഈ വിധത്തിൽ മടക്കി വെക്കണം. ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷം ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് മെല്ലെ ഇങ്ങനെ ചുറ്റി കൊണ്ടുപോകണം. ചുറ്റിയതിൻ്റെ ശേഷം ഈ ഒരു ഷേപ്പ് നമുക്ക് ആയി കിട്ടും. ഈ റോസ് മോമോസിന് നമുക്ക് ഇനി ഒരു ആവി ചെമ്പിൽ വെച്ചിട്ട് 15 മിനിറ്റ് ആവി കയറ്റാം. 15 മിനിറ്റ്സിന് ശേഷം നമ്മൾ റോസ് മോമോസ് റെഡിയാണ്. ഇത് ടേബിൾ മേൽ സെർവ് ചെയ്താൽ ശരിക്കുള്ള റോസസ് ആണെന്നേ വിചാരിക്കുള്ളൂ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഹോട്ട് സോസ്, കെച്ചപ്പ് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും വിനെഗർ മിക്സ് ചെയ്തിട്ടുള്ളൊരു ഡിപ്പ് നമുക്ക് കൂടെ സെർവ് ചെയ്യാൻ പറ്റിയതാണ്. ഇതിനൊരു വേരിയേഷനായിട്ട് നമുക്ക് ഫുഡ് കളറിങ് ആഡ് ചെയ്യാൻ പറ്റും. ബ്ലൂ, യെല്ലോ എന്ന കളേഴ്സൊക്കെ നമുക്ക് ആഡ് ചെയ്താൽ ഇങ്ങനൊരു ഫ്ലവർ ബൊക്കെ പോലെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെ MH കുടുംബത്തിൽ നമുക്ക് ഹെൽത്തിയും ഓർഗാനിക് ഭക്ഷണമാണല്ലോ ഇഷ്ടം. അങ്ങനെയാണ് ബീറ്റ്റൂട്ട് പ്രിഫറബിൾ. ഈ റെസിപ്പി വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും.